ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ആശ്വാസം. മുൻകൂർ ജാമ്യത്തിൽ ഇടപെടുന്നില്ല എന്ന് സുപ്രീം കോടതി. അതേസമയം ജാമ്യം അനുവദിച്ചുള്ള ഹൈക്കോടതി പരാമർശങ്ങൾ സുപ്രീം കോടതി നീക്കി. അതിജീവിതയ്ക്കെതിരായുള്ള പരാമർശങ്ങളാണ് നീക്കിയത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിക്കാരി സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നത്. എന്തായാലും അതിൽ ഇടപെടുന്നില്ല സുപ്രീം കോടതി. പക്ഷേ ഹൈക്കോടതി ആദ്യ പരാതിക്കാരിക്കെതിരെ ഉന്നയിച്ച ഒരു 3-4 ഇടങ്ങളിലെ പരാമർശങ്ങളുണ്ടായിരുന്നു. അത് മുഴുവൻ നീക്കം ചെയ്യണം അല്ലേ ബൽറാം? ഹാഷ്മി, രാഹുൽ മാങ്കൂട്ടം എംഎൽഎക്ക് ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യത്തിനെതിരെയാണ് ആദ്യ കേസിലെ അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ കേസാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. എന്നാൽ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ അതിജീവിതയുടെ അഭിഭാഷകർ പ്രധാനമായും കോടതിക്ക് മുന്നിൽ വെച്ചത് ഹൈക്കോടതി നടത്തിയ അതിജീവിതയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണം എന്നുള്ളതാണ്. ഖണ്ഡിക 17, 18, 20, 21 എന്നിവയിൽ ഉൾപ്പെട്ടിട്ടുള്ള അതിജീവിതയ്ക്ക് എതിരായ പരാമർശങ്ങൾ അത് ഇരുവരുടെയും സമ്മതപ്രകാരമായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധമെന്നും ഒപ്പം തന്നെ ഗർഭചിത്രത്തിന് അതിജീവിതയുടെ കൂടി താല്പര്യമനുസരിച്ചാണ് അത് നടത്തിയത്, മരുന്ന് നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ പോലും എന്നതടക്കമുള്ള പരാമർശങ്ങളായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. ഈ ഖണ്ഡിക 17, 18, 20, 21 എന്നിവയിൽ ഉള്ള അതിജീവിതയ്ക്കെതിരായ പരാമർശങ്ങൾ നീക്കണമെന്നും ഹൈക്കോടതിയിൽ നടന്നത് ഒരു മിനി ട്രയലാണ് എന്നും ഇത്തരത്തിൽ അതിജീവിതയ്ക്കെതിരായ പരാമർശങ്ങൾ ഈ വിധിയിൽ ഉൾപ്പെടുന്നത് അത് വിചാരണ വേളയിൽ അതിജീവിതയ്ക്ക് ദോഷം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് അതിജീവിതയുടെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. തുടർന്നാണ് സുപ്രീം കോടതി ആ പരാമർശങ്ങൾ നീക്കിയിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസമാണ്. ജാമ്യം റദ്ദാക്കുന്ന നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി അതിജീവിതയുടെ അഭിഭാഷകർ പ്രസ് ചെയ്തതുമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. മറിച്ച് മുൻകൂർ ജാമ്യത്തിൽ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മറിച്ച് ഈ അതിജീവിതയുടെ പ്രധാന ആവശ്യമായ തനിക്കെതിരായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയും ആ പരാമർശങ്ങൾ നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി, യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഉണ്ടായത് പരസ്പര സമ്മതപ്രകാരമാണ് എന്നതടക്കമുള്ള ഒരുപക്ഷെ വിചാരണാ വേളയിൽ പരാതിക്കാരിക്ക് കടുത്ത തിരിച്ചടിയായേക്കാവുന്ന പരാമർശങ്ങൾ നീക്കം ചെയ്യുക എന്നതായിരുന്നു ആ പ്രയറിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് തോന്നുന്നു. അതല്ലാതെ രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യുക എന്നൊരു യഥാർത്ഥ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഹർജിക്ക് ഉണ്ടായിരുന്നോ? അതുകൊണ്ടാവില്ലേ അത് പുഷ് ചെയ്യാതിരുന്നത് ബൽറാം? തീർച്ചയായും ഹാഷ്മി, ഈ മുൻകൂർ ജാമ്യത്തിനെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് എങ്കിലും ഈ അതിജീവിതയുടെ പ്രധാന ആവശ്യം എന്നുള്ളത് ഹൈക്കോടതി തനിക്കെതിരായി നടത്തിയ പരാമർശങ്ങൾ അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ പ്രധാനമായും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതിജീവിതയ്ക്ക് എതിരായ കടുത്ത ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അത് ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം എന്നും ഒപ്പം തന്നെ ഗർഭചിത്രത്തിനും രണ്ടുപേരുടെയും താല്പര്യമുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് ഒരു മിനി ട്രയൽ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയത് എന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഉൾപ്പെടുന്നത് തനിക്ക് വിചാരണ വേളയിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കും എന്നും ഉള്ള ആവശ്യമാണ് എന്ന കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ അതിജീവിത ചൂണ്ടിക്കാണിച്ചത്. ഇത് സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അതിജീവിതയ്ക്ക് എതിരായി 4 ഖണ്ഡികകളിൽ 17, 18, 20, 21 ഖണ്ഡികകളിലുള്ള അതിജീവിതയ്ക്കെതിരായ പരാമർശങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് എം സുന്ദരേഷ്, NK സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ അതിജീവിതയുടെ അപേക്ഷ ഹർജി പരിഗണിച്ചിരുന്നത്. എന്തായാലും അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ജാമ്യം റദ്ദാക്കിയിട്ടില്ല എന്നുള്ളതും ആശ്വാസമാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.